Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ Shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 700 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ബീഫ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് ബീഫ് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അധികം എല്ലില്ലാത്ത ബീഫ് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 700 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അധികം നന്നായിട്ട് പൊടിക്കണമെന്ന് ആവശ്യമില്ല. ഈ ഒരു അളവിൽ ചെറിയ തരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബിരിയാണി മസാല കൂടിയാണ്. അപ്പോൾ ഈ ഗരം മസാലയ്ക്ക് പകരമാണ് നമ്മൾ ഈ ബിരിയാണി മസാല ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. സാധാരണ നമ്മൾ ഗരം മസാല ചേർക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ ഈ ബിരിയാണി മസാല ചേർക്കുമ്പോഴത്തേക്കും ഈ ബീഫ് ഫ്രൈക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടെ തന്നെ നമ്മുടെ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതൊരു 30 മിനിറ്റ് എങ്കിൽ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയെല്ലാം ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 30 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ബീഫെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രേവിയോ കറിയോ വെക്കാനാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ സാധാരണ ബീഫ് വേകാനായിട്ട് എത്ര വിസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വേവിച്ചിട്ട് വെന്ത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് വേവിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ബീഫ് വേവിക്കുന്നത് അത്രയും സമയം വരെ നമ്മൾ വെച്ചിരിക്കണം. ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ ബീഫെല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ബീഫിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ബീഫ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പോൾ ഈ ഇഞ്ചി നീളത്തിന് അരിയുന്നത് കത്തി വെച്ചിട്ട് തന്നെയാണ്. ചെറുതായിട്ട് തിന്നായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇത് രണ്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിഞ്ഞെടുത്ത കുറച്ച് തേങ്ങ കൂടിയാണ്. ഞാനിപ്പോൾ ഉണക്ക തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ച തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ബീഫ് ഫ്രൈക്ക് എപ്പോഴും കുറച്ച് തേങ്ങ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നത് വരെയും ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതിയാവും. ഇതുപോലെ ലൈറ്റായിട്ട് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള കൂടിയാണ്. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ സവാള. അത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മതിയാക്കാം. ഇത് ഇത്രയും തന്നെ മതിയാവും. പിന്നീട് നമ്മളിട്ട് വഴറ്റിയിട്ട് നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറുന്ന വരെ വഴറ്റണമെന്നുള്ള ഒരു ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പിന്നീട് നമുക്ക് ബീഫ് ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മുടെ ഈ ബീഫൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ്, അതിൻ്റെ പേരിൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇതിലുള്ള ഇത്രയും എണ്ണ തന്നെ മതിയാവും. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. ഒരുപാട് എണ്ണ ചേർത്തിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബീഫിൽ അധികം വെള്ളമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ബീഫ് റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബീഫ് റോസ്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയും സവാളയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ചെറിയ ജീരകമാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലെ എണ്ണയുടെ കൂടെ ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഈ സമയത്ത് ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില കുറച്ചധികം ചേർത്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ ഈ മസാലയൊക്കെ നമ്മുടെ ഈ സവാളയിലും അതുപോലെ തന്നെ ഈ തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരുള്ളൂ. വീണ്ടും നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഇത് ഹാർഡായി പോകും. അതിൻ്റെ പേരിൽ ആവശ്യത്തിന് മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അതിൽ കൂടുതൽ സമയത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. ഇത് ഇത്രയും ആയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മുടെ ബീഫ് ഫ്രൈയുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയായെന്ന് വിചാരിക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേക്കും മറക്കാതെ ഓർമ്മയോടുകൂടി തന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് കൂടി ചേർത്തേക്കണം. ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നാരങ്ങാനീര് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വാങ്ങുമ്പോഴത്തേക്കും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ എല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് ഇഷ്ടമാവും. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.